പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ്. 2025 ഏപ്രിൽ 17, 18, 19, 20 തീയതികളിൽ കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് ഒരു ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുകയുണ്ടായി. കാ ഖ ഗ ദ മൈൻഡ് മിറർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നായിരുന്നു ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേര്. കരുനാഗപ്പള്ളി വെച്ചായിരുന്നു സംഘടിപ്പിച്ചത്. അപ്പോൾ ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 20-ാം തീയതി, അതായത് അവസാനത്തെ ദിവസം കുറച്ച് സമയം ഞാനും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെയാണ് ഇങ്ങനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നവർ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താ പറയുക, നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമല്ലേ, അപ്പോൾ പോയി ഒന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 20-ാം തീയതിയാണ് എനിക്ക് പോകാനും പങ്കെടുക്കാനുമായിട്ട് സാധിച്ചത്. അപ്പോൾ അന്നേ ദിവസം അവിടെ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് ഇന്ന് ഞാൻ ഹോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു, അവിടെ DC ബുക്സിൻ്റെ സ്റ്റോർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് പുസ്തകങ്ങൾ വാങ്ങുന്നതല്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ DC ബുക്സിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്നും 14 പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അത് ഹോൾ ചെയ്യുകയുണ്ടായി. അത് അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 14 പുസ്തകങ്ങൾ DC ബുക്സുകാർ തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഈ അടുത്ത് തന്നെ വാങ്ങിയതുകൊണ്ട് ഞാൻ ഓർത്തു DC ബുക്സ് ഒഴികെ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും പബ്ലിഷേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വാങ്ങാമെന്ന് തീരുമാനിച്ചാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അവിടെ അവിടുത്തെ ഒരു ബുക്ക് ഫെസ്റ്റിവൽ, ഇതിനോടനുബന്ധിച്ചൊരു ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 4 പബ്ലിഷേഴ്സാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്ന ഐറിസ് ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷറും, പിന്നെ NBS നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന പബ്ലിഷറും, അതിനുശേഷം മാതൃഭൂമി DC ബുക്സ്. അപ്പോൾ മാതൃഭൂമിയും DC ബുക്സും കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിഷേഴ്സ് രണ്ടുപേരാണ്. അപ്പോൾ അവരെ മിക്കവാറും എല്ലാ പരിപാടികളിലും അവർ രണ്ടുപേരും കാണാറുണ്ട്. അപ്പം DC ബുക്സിൻ്റെയും മാതൃഭൂമിയുടെയും സ്റ്റോൾ ഉണ്ടായിരുന്നു. അത് കൂടാതെ നാഷണൽ ബുക്ക് സ്റ്റാൾ, പിന്നെ ഐറിസ് ബുക്സ്, ഇത്രയും സ്റ്റോളുകൾ, 4 സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾറെഡി DC ബുക്സിൻ്റെത് ഞാൻ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ബാക്കി 3 സ്റ്റോളുകളിലാണ് ഞാൻ ബുക്ക് പർച്ചേസ് ചെയ്തത്. അതിൽ തന്നെ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നാഷണൽ ബുക്ക് സ്റ്റാളിൽ നിന്നും പർച്ചേസ് ചെയ്ത പുസ്തകങ്ങളാണ്. അവരിങ്ങനൊരു കവറിനകത്താണ്, എന്താ പറയുക, നാഷണൽ ബുക്സുകാർ നമുക്ക് പുസ്തകങ്ങൾ ഇട്ട് തന്നിരുന്നത്. കൂടുതൽ ബുക്സ് ഉണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ ഈ കവറിൽ ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാഷണൽ ബുക്സിൻ്റെ പുസ്തകങ്ങൾ ആദ്യം കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബുക്കാണ്. ഈ ബുക്കിൻ്റെ പേര് തിരഞ്ഞെടുത്ത കവിതകൾ, എഴുതിയിട്ടുള്ളത് കൽപ്പറ്റ നാരായണൻ. അപ്പം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്, അതായത് കാ ഖ ഗ ദ മൈൻഡ് മിറർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പങ്കെടുക്കാനായിട്ട് കൽപ്പറ്റ നാരായണൻ അവർകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ NBSൻ്റെ സ്റ്റോളിലോട്ട് ആദ്യമേ ഞാൻ ഒരു റൗണ്ട് എല്ലാം സ്റ്റോളിലും ഒന്ന് കയറി ഇറങ്ങിയിട്ട് എന്താ പറയുക, രണ്ടാമത് അപ്പോൾ അത് ആദ്യമേ ഏതൊക്കെ ബുക്സൊക്കെയാണ് ഉള്ളത്, നല്ലതുണ്ടോ, ഏതെങ്കിലും നല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒരു റൗണ്ട് പോയി. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിലാണ് ഞാൻ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് ചെന്നത്. അപ്പോൾ ഞാൻ ഈ NBSൻ്റെ സ്റ്റോളിലോട്ട് കയറാൻ നേരത്ത് അകത്ത് കൽപ്പറ്റ നാരായണൻ NBSൻ്റെ സ്റ്റോളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങിയിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്താ പറയുക, NBSൻ്റെ ബുക്ക് സ്റ്റോളിൻ്റെ അകത്ത് ബുക്സിൻ്റെ എന്താ പറയുക, ഇതിനകത്ത് കയറാൻ നേരത്ത് അദ്ദേഹം അതിനകത്ത് നിന്ന് അവിടുത്തെ NBSൻ്റെ എന്താ പറയുക സ്റ്റോളിലിരുന്ന വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പുസ്തകങ്ങളും പർച്ചേസ് ചെയ്ത് അതേ ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അകത്തോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാൻ കൽപ്പറ്റ നാരായണനെ കണ്ട ഉടനെ ഞാൻ പതുക്കെ അദ്ദേഹത്തിന് കൈകൂപ്പിയിട്ട് ഞാൻ പതുക്കെ അതിനകത്തൂടെ അദ്ദേഹത്തിൻ്റെ സൈഡിൽ കൂടെ അകത്ത് കയറി. കൽപ്പറ്റ നാരായണൻ അവരുടെ ഒരു ബുക്ക്, ഇത് NBS സ്റ്റോളിൽ ഇരുന്നതാണ്. ഞാനത് എടുത്തിട്ട് അന്നേരം തന്നെ പുള്ളിയെ കൊണ്ട്, സാറേ ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം എനിക്ക് ഈ ബുക്ക് സൈൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ കൽപ്പറ്റ നാരായണൻ അവരുടെ സൈനോട് കൂടിയ പുസ്തകമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ സ്റ്റോളിലെ ബുക്കുകൾ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അതിൽ നിന്ന് അവിടെ NBS നിന്ന് വാങ്ങിച്ച ഒരു പുസ്തകമാണ് തിരഞ്ഞെടുത്ത കവിതകൾ, കൽപ്പറ്റ നാരായണൻ. അപ്പോൾ അദ്ദേഹം എനിക്ക് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ ചെയ്ത കോപ്പിയാണ്. അപ്പം ബ്ലർബ് വായിക്കാം, പുസ്തകം മാറ്റി വെക്കാം. അപ്പം തിരഞ്ഞെടുത്ത കവിതകൾ, കൽപ്പറ്റ നാരായണൻ, അതാണ് ആദ്യത്തെ ബുക്ക് നിങ്ങളെ കാണിക്കുന്നത്. ജയമോഹനാണ് ബ്ലർബ് എഴുതിയിട്ടുള്ളത്. പുതിയ കാലം, മെദൂസയുടെ സർപ്പങ്ങൾ തിങ്ങിയ തല, നേരെ നോക്കാനാവില്ല, വക്രോക്തിയിലൂടെ മാത്രം പറയാനാവുന്നത്. കൽപ്പറ്റയുടെ കവിതകളെ ആധുനികമായ വക്രോക്തി എന്ന് പറയാം. മാറി നിന്ന് നോക്കുന്നവൻ്റെ ചിരിയും രോഷവും ഉള്ളവ. എൻ്റെ നോട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും പുതിയ കവിത കൽപ്പറ്റ എഴുതുന്നതാണ്. ജയമോഹനാണ് ബ്ലർബ് എഴുതിയിട്ടുള്ളത്. കൽപ്പറ്റ നാരായണൻ ആമുഖങ്ങളൊന്നും ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകളാണ്. ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം അടുത്തത് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ NBSൻ്റെ ഒരേ ഒരു ബുക്കല്ല, ഒരു ബുക്കിൻ്റെ കൂട്ടമാണ് അവരിറക്കുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ക്രൈം ഫിക്ഷൻ ആരാധകനായതുകൊണ്ട് അതൊരു ബോക്സ് സെറ്റാണ്, ക്രൈം ഫിക്ഷൻ്റെ ഒരു ബോക്സ് സെറ്റ് അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയത്. 10 ബുക്കിൻ്റെ ഒരു കളക്ഷനാണ്. ഇതാണ് സംഭവം.
ക്രൈം ഫിക്ഷൻ കളക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത്ര ക്രൈം ഫിക്ഷൻ കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുഖവില എന്ന് പറയുന്നത് 3600 രൂപയാണ് ഇതിൻ്റെ മുഖവില. ഇത് 2500 രൂപയ്ക്കാണ് ഈ പുസ്തകോത്സവത്തിൽ ഞാൻ വാങ്ങിയത്. അപ്പം 10 പുസ്തകങ്ങളുടെ ഒരു കളക്ഷനാണ്. ലോകപ്രശസ്തമായ ക്ലാസിക്കുകളാണ്, ക്രൈം ഫിക്ഷൻ ക്ലാസിക്കുകൾ. അപ്പോൾ ക്രൈം ഫിക്ഷൻ എൻ്റെ ഫേവറേറ്റ് ജോണർ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയത് NBSൻ്റെ സ്റ്റോളിൽ നിന്ന്. അല്ലാതെ NBSൻ്റെ സ്റ്റോളിലെല്ലാം ഉള്ളത് ക്ലാസിക് പുസ്തകങ്ങളാണ് കൂടുതലുള്ളത്. ക്ലാസിക് പുസ്തകങ്ങൾ അതിൻ്റെ തർജ്ജിമയും. മലയാളി എഴുതിയിരിക്കുന്നു, മലയാളി ഇന്നേ വരെ കാണാത്ത വായിച്ചിട്ടില്ലാത്ത 10 ക്രൈം രചനകളുടെ അത്യപൂർവ സമാഹാരവും. അപ്പോൾ ബോക്സ് സെറ്റാണ്. അപ്പോൾ ബോക്സ് സെറ്റ് പൊട്ടിക്കാൻ പോവാണ്. ഏതൊക്കെയാണ് 10 ഒന്ന് കാണിക്കാം. 10 അടുക്കി വെച്ചിരിക്കുകയാണ്. 2, 4, 6, 8, 10 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ കാണിക്കാം. എടുത്ത ശേഷം എല്ലാത്തിൻ്റെയും ബ്ലർബ് ഞാൻ വായിക്കുന്നതായിരിക്കും. ലോകപ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇങ്ങനെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്, എന്തോ പേരുകൾ കാണാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഇതെടുക്കുവാണ്, ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതായിരിക്കും. ആദ്യത്തേത് ബോക്സ് സെറ്റ് കണ്ടല്ലോ, ബോക്സ് സെറ്റ് മാറ്റി. ബോക്സിലോട്ട് തന്നെയാണെങ്കിൽ തിരിച്ചു നോക്കാമല്ലേ, അതായിരിക്കും കുറച്ചുകൂടെ സൂക്ഷിച്ചു. ഓക്കെ, എനിവേ ആദ്യത്തേത് കാലത്തിൻ്റെ പുത്രി, ദ ഡോക്ടർ ഓഫ് ടൈം. എഴുതിയിട്ടുള്ളത് ജോസഫിൻ ടെയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. വിവർത്തനം MS നായർ. ബ്ലർബ് വായിക്കണം. റിച്ചാർഡ് മൂന്നാമൻ രാജാവിൻ്റെ ഛായാചിത്രം സ്കോട്ട്ലൻഡ് ഇൻസ്പെക്ടറായ അലൻ ഗ്രാൻഡിൽ ചില ജിജ്ഞാസകൾ ഉയർത്തി. ഇത്രയും നിഷ്കളങ്കമായ മുഖമുള്ള ഒരാൾക്ക് എങ്ങനെ ചരിത്രത്തിലെ കൊടിയ വില്ലനാകാൻ സാധിക്കും എന്നതായിരുന്നു അലൻ്റെ സംശയം. സ്വന്തം സഹോദരൻ്റെ മക്കളെ അധികാരത്തിനായി കൊലപ്പെടുത്തിയ റിച്ചാർഡ് മൂന്നാമൻ്റെ യഥാർത്ഥ ജീവിതം അന്വേഷിച്ചിറങ്ങാൻ അലൻ തീരുമാനിച്ചു. ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കുറ്റാന്വേഷണമായി അത് മാറി. ജോസഫിൻ ടെയ്ൻ എന്ന അനുഗ്രഹീത എഴുത്തുകാരുടെ തൂലികയിൽ വിരിഞ്ഞ മാസ്റ്റർ പീസ് ക്രൈം ത്രില്ലർ. കാലത്തിൻ്റെ പുത്രി എഴുതിയിട്ടുള്ളത് ജോസഫിൻ ടെയ്. അടുത്ത ബുക്ക് എല്ലാം ക്ലാസിക്കാണ് കേട്ടോ. ഡലീഷ് ഹാംലെറ്റിൻ്റെ മാൾട്ടീസ് ഫാൽക്കൺ. ഡഷീൽ ഹാമറ്റിൻ്റെ മാൾട്ടീസ് ഫാൽക്കൺ. വിവർത്തനം ചെയ്തിട്ടുള്ളത് P സീമ. അപ്പം മാൾട്ടീസ് ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായിട്ടൊരു പുസ്തകമാണ്. ഈ മാൾട്ടീസ് ഫാൽക്കൺ പല തവണ ഒരു മാൾട്ടീസ് ഫാൽക്കൺ ഒരു സിനിമയായിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം നോയർ സിനിമയായിട്ടുണ്ട്. അത് ഭയങ്കര കൾട്ട് ക്ലാസിക്കാണ്. അപ്പോൾ ആ രീതിയിൽ മാൾട്ടീസ് ഫാൽക്കൺ വായിക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് നടക്കുവാണ്, ഈ സിനിമ ഇത്രയും വലിയ വിജയമായതുകൊണ്ട്. പിന്നെ പല വേർഷൻസ്, അതായത് മാൾട്ടീസ് ഫാൽക്കൻ്റെ ഈ ബുക്ക് പല സിനിമകളായിട്ടുണ്ട്. ഭയങ്കര ലോകപ്രശസ്തമായിട്ടുള്ള പുസ്തകവും പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ കൾട്ട് ക്ലാസിക്കുമാണ്. ബ്ലർബ് വായിക്കാം. ന്യൂയോർക്കിൽ നിന്നും ഫ്ലോയിഡ് തേഴ്സ്ബി എന്നയാളോടൊപ്പം ഒളിച്ചോടിയ തൻ്റെ സഹോദരിയെ കണ്ടെത്താനാണ് മിസ് വണ്ടർലി എന്ന യുവതി സ്പേഡ് ആർച്ചറിൻ്റെ ഓഫീസിലെത്തിയത്. പക്ഷേ മിസ് വണ്ടർലിയുടെ അപരമുഖം വെളിപ്പെടുകയും ഫ്ലോയിഡിനെ പിന്തുടർന്ന സ്പേഡിൻ്റെ സഹായി മൈൽസ് ആർതർ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തതോടെ സ്പേഡ് സ്വയം വേട്ടക്കാരനും മൃഗവുമായി മാറുന്ന അവസ്ഥയിലെത്തി. രക്താങ്കിതമായ പക്ഷിപ്രതിമയ്ക്കായുള്ള പോരാട്ടം തുടങ്ങിയായി. നോവൽ രൂപത്തിലും ചലച്ചിത്ര രൂപത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച ക്രൈം ത്രില്ലർ. അപ്പോൾ ഇതിൻ്റെ സിനിമയും ഭയങ്കര ഫേമസ് ആണ്, കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള സിനിമയാണ് മാൾട്ടീസ് ഫാൽക്കൺ. എഴുതിയിട്ടുള്ളത് ഡഷീൽ ഹാമറ്റ്. അടുത്ത ബുക്ക് മേരി റോബർട്ട്സ് റൈനാൾട്ട് ആയിട്ടുള്ള പിരിയൻ ഗോവണി, ദ സർക്കുലർ സ്റ്റെയർ കേസ്. വിവർത്തനം ചെയ്തിട്ടുള്ള സുരേഷ് MG. ബ്ലർബ്. അവിവാഹിതയായ റേച്ചൽ ഇൻസ് മരുമകളുടെ നിർദ്ദേശപ്രകാരം ഒരു വേനൽക്കാല വസതി വാടകയ്ക്കെടുക്കാൻ തീരുമാനിക്കുന്നു. ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന മുന്നറിയിപ്പിനെ അവഗണിച്ച് റേച്ചൽ ദീർഘകാലമായി തൻ്റെ കൂടെയുള്ള വേലക്കാരി ലിഡിയയുമൊത്ത് വീട്ടിൽ താമസത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. താമസം തുടങ്ങിയ രാത്രി തന്നെ ആരോ വീട്ടിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതായി അവർക്ക് ബോധ്യപ്പെട്ടു. തൊട്ടടുത്ത ദിനം രാത്രി വലിയൊരു ശബ്ദം കേട്ടുണർന്ന റേച്ചൽ കണ്ടത് പിരിയൻ ഗോവണി ചുവട്ടിൽ വീണുകിടക്കുന്ന ഒരു ശവശരീരമായിരുന്നു. പതിറ്റാണ്ടുകളായി വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന ക്രൈം നോവൽ പിരിയൻ ഗോവണി, മേരി റോബർട്ട്സ് റൈനാൾട്ട്. അടുത്ത് ഡൊറോത്തി എൽ സേൽസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അദ്ദേഹം അഗത ക്രിസ്റ്റി, ആദർ കോനൻ ഡോയിലിൻ്റെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു റൈറ്ററാണ്. ഡൊറോത്തി
എൽ സോയസ്. അവരുടെ മാരക വിഷം എന്നാണ് ബുക്കിൻ്റെ പേര്. ഇംഗ്ലീഷ് ടൈറ്റിൽ സ്ട്രോങ് പോയിസൺ. വിവർത്തനം ചെയ്തിട്ടുള്ളത് CK അജിത് കുമാർ. ബ്ലർബ്: ക്രൈം നോവലിസ്റ്റായ ഹാരിയറ്റ് വെയിനിന് വിഷങ്ങളെക്കുറിച്ച് മികച്ച ധാരണയുണ്ട്. അവരുടെ ഒരു നോവലിലേതുപോലെ തന്നെ മുൻ കാമുകൻ വിഷമുള്ളിൽ ചെന്ന് മരിച്ചപ്പോൾ സംശയത്തിൻ്റെ മുനകൾ നീണ്ടത് ഹാരിയറ്റിൻ്റെ നേർക്കായിരുന്നു. ഹാരിയറ്റിൻ്റെ കഴുത്തിൽ തൂക്കുകയർ മുറുകുമെന്ന് ഉറപ്പായി. പക്ഷേ ഹാരിയറ്റ് കുറ്റക്കാരിയല്ലെന്ന് ലോയിഡ് പീറ്റർ വിംസി എന്ന കുറ്റാന്വേഷണ ഉറപ്പുണ്ടായിരുന്നു. ക്രൈം നോവലുകളുടെ റാണിയായ ഡൊറോത്തി എൽ സേയേഴ്സിൻ്റെ മാസ്റ്റർ പീസ് രചന. മാരക വിഷം, ഡൊറോത്തി എൽ സേയേഴ്സ്. അടുത്തത് നോട്ടിംഗ് ഹില്ലിലെ നിഗൂഢത. എഴുതിയിട്ടുള്ളത് ചാൾസ് ഹെലിസ്. ദ നോട്ടിംഗ് ഹിൽ മിസ്റ്ററി. വിവർത്തനം ചെയ്തിട്ടുള്ളത് ലേഖ ജെ മിനി ജി പിള്ള. രണ്ടുപേർ ചേർന്നിട്ടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ലേഖ ജെ മിനി ജി പിള്ള. ലണ്ടനിലെ ഒരു പ്രഭുവിൻ്റെ ഭാര്യ നിദ്രാടനത്തിൽ ഭർത്താവിൻ്റെ ലബോറട്ടറിയിൽ നിന്നും ആസിഡ് എടുത്തു കുടിച്ച് മരണപ്പെടുന്നു. പ്രഥമ ദൃഷ്ട്യാ ഒരു അപകടം എന്ന നിലയിൽ കാണപ്പെട്ട ആ മരണം പക്ഷേ ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്ററായ റാൾഫ് ആൻഡേഴ്സിൽ ചില സംശയങ്ങൾ ഉണർത്തി. ഭാര്യയുടെ മരണത്തിന് മുമ്പായി പ്രഭു അവരുടെ പേരിൽ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങിച്ചതായിരുന്നു അതിന് കാരണം. ആൻഡേഴ്സൺ തൻ്റെ അന്വേഷണം ആരംഭിക്കുകയായി. ആൻഡേഴ്സിൻ്റെ കണ്ടെത്തലുകളിലൂടെയും ഡയറിക്കുറിപ്പുകളിലൂടെയും രാസപരിശോധനാ റിപ്പോർട്ടുകളിലൂടെയും കത്തുകളിലൂടെയും ഉത്തേജകജനമായ ഒരു കുറ്റാന്വേഷണ നോവൽ നമ്മുടെ മുന്നിൽ ഇതിൽ വിരിയുന്നു. ലോകത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് ചാൾസ് ഫെലിക്സിൻ്റെ നോട്ടിംഗ് ഹില്ലിലെ നിഗൂഢത. അടുത്തത് SS വാൻ ഹെൽഡൻ എഴുതിയ കനേറി കൊലപാതകം. ഇംഗ്ലീഷ് ടൈറ്റിൽ ഇത് കനേറി മർഡർ കേസ്. വിവർത്തനം ചെയ്തിട്ടുള്ളത് PM രാധാകൃഷ്ണൻ. മാർഗരറ്റ് ഒഡേൽ എന്ന സുന്ദരിയുടെ വിളിപ്പേരാണ് കാനറി എന്നത്. സമൂഹത്തിലെ ഉന്നതർ മുതൽ മാഫിയ ലോകത്തുള്ളവർ വരെ നീളുന്നതായിരുന്നു അവളുടെ സൗഹൃദങ്ങൾ. സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ അവളെ കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയപ്പോൾ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീങ്ങിയത് ഒന്നിലധികം ആളുകളിലേക്കായിരുന്നു. കൊലപാതകി ആരെന്ന ഉത്തരം കിട്ടാതെ ഏവരും വലഞ്ഞപ്പോഴും ഫിലോ വാൻഡ് എന്ന കുറ്റാന്വേഷണ പ്രതിഭ ആ ആത്മവിശ്വാസം കൈവിടാതെ തൻ്റെ അന്വേഷണവുമായി നീങ്ങി. അനശ്വര കുറ്റാന്വേഷകനായ ഫിലോ വാൻസിൻ്റെ അന്വേഷണ പാടവത്തിൻ്റെ മാറ്റ് തെളിയിക്കുന്ന ക്ലാസിക് ക്രൈം നോവൽ. ഫിലോ വാൻസിൻ എന്നുള്ള ഒരു കുറ്റാന്വേഷകനാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് സീരീസിൽ വേറെ കുറേ കുറ്റാന്വേഷണങ്ങളും കാണും. ഏഴുള്ള SS വാൻ. ബുക്കിൻ്റെ പേര് കനേറി കൊലപാതകം. കനേറി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. നമ്മൾ പെട്ടെന്ന് സ്ഥലപ്പേരാന്ന് വിചാരിക്കും. അടുത്തത് ഫെൽഗുഡ് ഹൂം എന്ന് പറയുന്ന വ്യക്തി എഴുതിയ നിഗൂഢമായൊരു കുതിരവണ്ടി. ദ മിസ്റ്ററി ഓഫ് എ ഹാൻസം ക്യാബ്. വിവർത്തനം KR അജിതൻ. ഫെർഗുസ് ഹൂം. നിഗൂഢമായ ഒരു കുതിരവണ്ടി. പുലർച്ചെ 2 മണിയാകാൻ 20 മിനിറ്റുള്ളപ്പോൾ സെൻറ്റ് കിൽഡയിലെ ഗ്രേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുതിരവണ്ടി വന്നു. ഡ്രൈവർ നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് കൊല ചെയ്യപ്പെട്ടതായി കരുതാവുന്ന ഒരാളുടെ മൃതദേഹം തൻ്റെ വണ്ടിയിലുണ്ടെന്ന അമ്പരിപ്പിക്കുന്ന വാർത്ത പറഞ്ഞു. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ കുറ്റാന്വേഷണം ആരംഭിക്കുകയായി. ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച ഇന്നും പുതുമ മാറാത്ത ക്രൈം നോവൽ. ഫെർഗുഡ് ഹൂമിൻ്റെ നിഗൂഢമായ ഒരു കുതിരവണ്ടി. അടുത്ത നോവൽ വലിയ ഉറക്കം. റെയ്മണ്ട് ചാൻഡലർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഉറക്കമാണ്. ദ ബിഗ് സ്ലീപ്പ് എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. വിവർത്തനം സുരേഷ് എംജി. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വലിയ ഉറക്കം എന്നുള്ളത്, ദ ബിഗ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരുപാട് തവണ സിനിമയായിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പോൾ അതിൽ ഒരു സിനിമ വേർഷൻ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ബിഗ് സ്ലീപ്പിൻ്റെ വേർഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ഈ 10 പുസ്തകങ്ങൾ ഏറ്റവും അവസാനം വായിക്കാൻ സാധ്യതയുള്ള പുസ്തകം ഇതാണ്. കാരണം ഞാൻ ആൾറെഡി സിനിമയായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ട് ഇതിൻ്റെ കഥ എന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായിരിക്കും ഈ കൂട്ടത്തിൽ, ഈ 10 ബുക്കിൽ ഏറ്റവും അവസാനം വായിക്കുന്നത് ഇതായിരിക്കും. ക്രൈം ഫിക്ഷൻ. വലിയ ഉറക്കം. തൻ്റെ മകളായ കാർമനെ ഒരാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജനറൽ സ്റ്റേൺവുഡ് സ്വകാര്യ ഡിറ്റക്റ്റീവായ ഫിലിപ്പ് മാർലോയുടെ സഹായം തേടുന്നു. സങ്കീർണമായ നിരവധി പ്രഹേളികയുടെ കുരുക്കഴിച്ചുള്ള മാർലോ ഈ കേസിനെ സാധാരണ മട്ടിലാണ് സമീപിച്ചത്. പക്ഷേ അമ്പരിപ്പിക്കുന്ന നിഗൂഢതകളുടെ പ്രവാഹമായിരുന്നു മാർലോയെ കാത്തിരുന്നത്. എക്കാലത്തെ മികച്ച ക്രൈം ത്രില്ലർ. വലിയ ഉറക്കം. റെയ്മണ്ട് ചാൻഡലർ. അടുത്തത് GK ചെസ്റ്റർസൺ. മരണത്തിൻ്റെ 3 ആയുധങ്ങൾ എന്നാണ് നോവലിൻ്റെ പേര്. ദ ഇന്നസെൻസ് ഓഫ് ഫാദർ ബ്രൗൺ എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. വിവർത്തനം R മനോജ് വർമ്മയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പം GK ചെസ്റ്റർസൺ ഒരു ഭയങ്കര ഫേമസ് റൈറ്ററാണ്. അദ്ദേഹം ഈ ആദർ കോനൻ ഡോയിൽ, അഗത ക്രിസ്റ്റി ആ സീരീസിൽ വരുന്ന റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷൻ്റെ പേര് ഫാദർ ബ്രൗൺ എന്നാണ്. ഷെർലക് ഹോംസിനോട് കടപിടിക്കുന്ന കത്തോലിക്ക പുരോഹിതനും കുറ്റാന്വേഷണവുമായ ഫാദർ ബ്രൗൺ നായകഥാപാത്രമാകുന്ന ആദ്യ സമാഹാരം.
ജി കെ ചെസ്റ്റേഴ്സൺ എന്ന അതുല്യ പ്രതിഭയുടെ രചനാവിലാസവും കൂർമ്മബുദ്ധിയും വെളിവാക്കുന്ന കൃതി. എക്കാലത്തെ മികച്ച ക്രൈം രചനകളിലൊന്ന്. മരണത്തിൻ്റെ 3 ആയുധങ്ങൾ. ജി കെ ചെസ്റ്റേഴ്സൺ. അടുത്ത അവസാനത്തെ 10ാമത്തെ ബുക്കാണ് E.C. ബെൻലി. EAC എന്ന് പറയുന്നത് ഇനിഷ്യൽസാണ്. ബെൻലി എഴുതിയ ട്രെയിനിൻ്റെ അവസാനത്തെ കേസ്, ദ ട്രെൻസ് ലാസ്റ്റ് കേസ്. അപ്പോൾ ആ ട്രെൻസ് എന്ന് പറയുന്നത് മിക്കവാറും കുറ്റാന്വേഷണ പേരായിരിക്കും. വിവർത്തനം ചെയ്തിട്ടുള്ളത് R. മനോജ് വർമ്മ. ഓഹരി വിപണിയിലെ അതികായനായ മാൻഡേഴ്സൺ തലയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. കൈത്തണ്ടയിലെ ഏതാനും പോറലുകളും രക്തം പുരണ്ട വസ്ത്രങ്ങളുമല്ലാതെ മറ്റൊരു തെളിവും കൊലയാളി അവശേഷിപ്പിച്ചിരുന്നില്ല. കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിന് പോലീസ് വഴിമുട്ടി നിന്നു. ഇനി ഒരാൾക്കേ കൊലപാതകയെ കണ്ടെത്താൻ ആകൂ, ഫിലിപ്പ് ട്രെൻറ്റ് എന്ന സ്വകാര്യ കുറ്റാന്വേഷകൻ. അപ്പോൾ ഫിലിപ്പ് ട്രെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവിൻ്റെ പേര്. ആധുനിക കാലത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ കഥ എന്ന് ജി കെ ചെസ്റ്റേഴ്സൺ പ്രതികരിച്ച ക്രൈം നോവൽ. അപ്പോൾ ആധുനിക കാലത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ കഥയാണ് ഇത്. പേര് ട്രെൻഡിൻ്റെ അവസാനത്തെ, ഇത് ട്രെൻഡ്സ് ലാസ്റ്റ് കേസ്. അതുപോലെ തന്നെ പൊയ്റോട്ടിൻ്റെ ലാസ്റ്റ് കേസും പറഞ്ഞ് അഗത ക്രിസ്റ്റി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എർക്കുൽ പെറോസിൻ്റെ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 10 ബുക്കുകളുടെ സമാഹാരമാണ് നമ്മളുടെ NBS ഇറക്കുന്ന ക്രൈം ഫിക്ഷൻ കളക്ഷൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 10 ഒന്നിച്ച് വാങ്ങിക്കാം, ഓരോന്നായിട്ടും വാങ്ങിക്കാം. ഓരോ ബുക്കായിട്ടും അവർ വിൽക്കുന്നുണ്ട്, 10 ബുക്കായിട്ടും അവർ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ NBS കഴിഞ്ഞു. ഇനി അടുത്ത പബ്ലിഷർ എന്ന് പറയുന്നത് ഐറിസ് ബുക്സ് ആണ്. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിച്ച പുസ്തകങ്ങളാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ ഐറിസ് ബുക്സ് അവരുടെ പൊട്ടിക്കുവാണ്. ഇത്ര ബുക്ക് 4 ബുക്കേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ബുക്കാണ്. ഫ്രാൻസ് കാഫ്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്. വിവർത്തനം ചെയ്തിട്ടുള്ളത് വി രവികുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഐറിസ് ബുക്സ് എന്ന് പറയുന്ന ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാഫ്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ. അപ്പോൾ അച്ഛനും കാഫ്കയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്ന് കാഫ്കയുടെ ആത്മകഥയൊക്കെ ഒന്ന് വായിക്കണം, അല്ലെങ്കിൽ കാഫ്കയുടെ ജീവചരിത്രമൊക്കെ ഒന്ന് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ബുക്ക് കണ്ടത്. അപ്പം ഇതിനകത്ത് ബ്ലർബ് വായിക്കാം. അപ്പോൾ അങ്ങനെ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ആകർഷിച്ച ഒരു ബുക്ക്. അപ്പോൾ അത് ഞാൻ എടുത്തതാണ്. കാഫ്കയുടെ ആത്മകഥാപരമായ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 36ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ അച്ഛൻ എഴുതിയ ഈ കത്ത്. അച്ഛനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ ദീർഘവിചാരണ അച്ഛന് കൊടുക്കാനായി കാഫ്ക അമ്മയെ ഏൽപ്പിച്ചുവെങ്കിലും അമ്മ മറിച്ച് ചിന്തിച്ചു. അങ്ങനെ അതൊരിക്കലും അച്ഛൻ്റെ കൈകളിൽ എത്താതെ പോയി. അച്ഛൻ്റെയും മകൻ്റെയും മരണശേഷം വളരെ കാലം കഴിഞ്ഞ് 1953 കാഫ്കയുടെ സ്നേഹിതനും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ എഡിറ്ററുമായ മാർക്സ് ബ്രോഡ് ഈ കത്ത് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ താനും അച്ഛനുമായുള്ള ബന്ധം കാഫ്ക ഈ കത്തിൽ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ട്. അതികായനും സ്വേച്ഛാധിപതിയുമായ ഒരച്ഛനു മുന്നിൽ സ്വയം ന്യായീകരിക്കാൻ പോലും കഴിയാതെ വായടഞ്ഞുപോയ ശാരീരികവും മാനസികവുമായി ദുർബലനെയാണ് കാഫ്ക സ്വസ്ഥാനത്ത് നിർത്തുന്നത്. മകൻ ബാല്യം തൊട്ടുള്ള തൻ്റെ അനുഭവങ്ങൾ എണ്ണി പറയുന്നുണ്ട്. മകനെ ആരോഗ്യവാനും ധീരനുമാക്കാനുള്ള അച്ഛൻ്റെ ക്രൂരമെന്നും പറയാവുന്ന തന്ത്രങ്ങൾ, ഒന്നും മറിച്ചു നോക്കാൻ പോലും അച്ഛൻ മിനക്കെടാതെ ഇരുന്ന തൻ്റെ സാഹിത്യ പരിശ്രമങ്ങൾ, ജൂതസ്വത്വം തേടിയുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് തടസ്സമായി വരുന്ന ആത്മസന്ദേഹങ്ങൾ. എന്നാൽ ഒടുവിൽ ഈ കുറ്റവിചാരണ ചെന്നു നിൽക്കുന്നത് ഒരു കുമ്പസാരത്തിലാണ്. ഞാൻ എഴുതിയതെല്ലാം അങ്ങയെക്കുറിച്ചായിരുന്നു. അങ്ങയുടെ നെഞ്ചത്ത് മുഖം ചേർത്തുകൊണ്ട് കരഞ്ഞു പറയാൻ എനിക്ക് പറ്റാതെ പോയതായിരുന്നു അതല്ല. ഇതാണ് ബ്ലർബ് കാഫ്ക. അപ്പം ഇത് ഐറിസ് ബുക്സ് ഇറക്കുന്ന കാഫ്ക എന്ന് പറയുന്ന ഒരു കാഫ്ക പറ്റിയുള്ള ബുക്കാണ്. അപ്പോൾ ഈ ഫ്രാൻസ് കാഫ്കയുടെ ഇതിൻ്റെ ഇവിടെ ഞാനൊരു സംഭവം ഇട്ടിട്ടുണ്ട്. ഐറിസ് കാഫ്ക 2 എന്ന് എഴുതിയിരിക്കുന്നു. ഐറിസ് കാഫ്ക 2. അപ്പോൾ ഞാൻ ചോദിച്ചത് ഐറിസ് കാഫ്ക 2 എന്ന് എഴുതിയിരിക്കുന്നത് പാർട്ട് 2 വല്ലതും ആണോ ഇതിന്, അതായത് അച്ഛൻ്റെ കത്തിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് കാഫ്ക എന്ന് പറഞ്ഞിട്ട് അവർ സീരീസായിട്ട് കാഫ്കയെ പറ്റി ബുക്കുകൾ ഇറക്കുന്നുണ്ട്, ഐറിസ് ബുക്സ്. അതിൻ്റെ 2ാമത്തെ ബുക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു 1ാമത്തെ ബുക്ക് ഏതാണ്. അപ്പോൾ ഞാൻ ഓർത്തു 2ാമത്തെ ബുക്ക് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയ ബുക്ക്. അപ്പോൾ ഞാൻ ഓർത്തു 1ാമത്തെ ഐറിസ് കാഫ്ക ഒന്നും കൂടെ വാങ്ങിച്ചേക്കുന്നത്. അതാണ് ഈ ബുക്ക്. ഇത് കാഫ്കയുടെ കഥകളുടെ സമാഹാരമാണ്. കാഫ്കയുടെ കഥകൾ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. വിവർത്തനം ചെയ്തിട്ട് വി രവികുമാർ. അപ്പം കാഫ്കയുടെ കഥകളുടെ സമാഹാരമാണ്. അപ്പോൾ ഇതാണ് ഐറിസ് കാഫ്ക 1 എന്ന് പറയുന്ന ഇത്. അതായത് സീരീസിലെ 1ാമത്തെ ബുക്ക്, ഇത് 2ാമത്തെ ബുക്ക്. അങ്ങനെ 2 ബുക്കാണ് ഐറിസുകാർ കാഫ്കയെ പറ്റി ഇറക്കിയിട്ടുള്ളത്. 2 വിവർത്തനം ചെയ്തിട്ടുള്ളത് വി രവികുമാറാണ്. ഈ ബ്ലർബ് ചെയ്തിട്ടുള്ളത് KP അപ്പനാണ്. അപ്പം പ്രശസ്തനായ ഒരു നിരൂപകനാണ് KP അപ്പൻ. അദ്ദേഹമാണ് ഈ ബ്ലർബ് എഴുതിയിട്ടുള്ളത്.
വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കഥകളാണ് കാഫ്കയുടേതെന്ന് കാമു എഴുതിയിട്ടുണ്ട്. ആവർത്തിച്ചുള്ള വായനയിലൂടെ, ആലോചനകളിലൂടെ സൃഷ്ടിയുടെ ദുർഗ്രഹത പരിഹരിച്ചു കിട്ടുമെന്ന് നാം ആഗ്രഹിക്കുന്നു. ആ ദുസ്വപ്നങ്ങളുടെ യുക്തി തെളിഞ്ഞു കിട്ടുമെന്നും നാം ആശിക്കുന്നു. ഫലമോ നാം ദുർഗ്രതയുടെ കാവ്യാനുഭവങ്ങൾ നിറഞ്ഞ അഗാധത എന്തെന്ന് മനസ്സിലാക്കുന്നു. പീഡിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ആഴങ്ങളിൽ വീഴുന്നു. അതോടെ കഥ വെറുമൊരു സാമൂഹിക രേഖയല്ലെന്നും നാം മനസ്സിലാക്കുന്നു. മറിച്ച് കഥ ആന്തരിക പ്രത്യക്ഷത്തിൻ്റെയും വെളിപാടിൻ്റെയും ബാഹ്യവൽക്കരണമാണെന്ന അറിവിൻ്റെ സാന്ദ്രതയെ നാം മുഖാമുഖം കാണുന്നു. സ്വന്തം ആദികളെ ഈ എഴുത്തുകാരൻ തെളിഞ്ഞ വിവരണ കലയിലൂടെ എങ്ങനെ അർത്ഥസന്ധിഗ്ധകൾ നിറഞ്ഞ കഥകളാക്കി മാറ്റി എന്ന് ആലോചിച്ച് നാം ആശ്ചര്യപ്പെടുന്നു. അതിൻ്റെ സൗന്ദര്യബോധപരമായ ആശാന്തിയിൽ കഥയുടെ ദുർഗ്രഹതയ്ക്ക് ഒരു ഉപരി സൗന്ദര്യ ശാസ്ത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. സംശയങ്ങൾ തൻ്റെ വാക്കുകൾക്ക് ചുറ്റും അണിനിരക്കുകയാണെന്ന് കാഫ്ക എഴുതിയിട്ടുണ്ട്. വാക്കുകളെ കാണുന്നതിന് മുമ്പ് ഈ സംശയങ്ങളാണ് അദ്ദേഹം കണ്ടത്. വാക്കുകളെ പിന്നീട് അദ്ദേഹം കണ്ടില്ല. അതിനുശേഷം വാക്കുകൾ അദ്ദേഹം പുതിയതായി കണ്ടുപിടിക്കുകയായിരുന്നു. ഇത് ബ്ലർബ് ചെയ്തിട്ടുള്ള KP അപ്പനാണ്. ഐറിസ് ബുക്സ് ഇറക്കുന്ന കാഫ്ക സീരീസിലെ ഒന്നാമത്തെ ബുക്ക്. ഇത് രണ്ടാമത്തെ ബുക്ക്. എനിക്ക് ഇതാണ് കൂടുതൽ എനിക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ബുക്ക്. തീർച്ചയായിട്ടും ഞാൻ കാഫ്കകളുടെ കഥകൾ വായിച്ചിട്ടില്ല. നോവലുകൾ വായിച്ചു തുടങ്ങണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ കഥകൾ വായിച്ചു തുടങ്ങാം, നോ പ്രോബ്ലം. അടുത്തത്, ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഈ പുസ്തകം വാങ്ങിക്കണം. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു മലയാളത്തിൽ ഇതിൻ്റെ തർജ്ജിമയുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷിൽ ഇതിൻ്റെ തർജ്ജിമയിട്ട് വേണം വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. മുഹമ്മദ് ദാർവിഷിൻ്റെ ഒരു പുഴ ദാഹിച്ചു മരിക്കുന്നു എന്നാണ് ബുക്കിൻ്റെ പേര്. മുഹമ്മദ് ദാർവിഷാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു പാലസ്തീൻ പോയിട്ടാണ്. കൂടാതെ പാലസ്തീൻ്റെ ഉപമോചനത്തിന് വേണ്ടി ഒരുപാട് ആക്ടിവിസമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് ദാർവിഷ്. അപ്പോൾ ഞാനാണെങ്കിൽ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അറബിയിലുള്ള എന്തെങ്കിലുമൊക്കെ പോയറ്റോ കവികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വായിക്കണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സെർച്ചിൽ ഏറ്റവും കൂടുതൽ ടോപ്പിൽ വന്നിട്ടുള്ളൊരു പോയിട്ടാണ് മുഹമ്മദ് ദാർവിഷ്. അദ്ദേഹത്തിൻ്റെ 1-2 കവിതകളൊക്കെ ഞാൻ കേട്ടു ഇംഗ്ലീഷിൽ. ഞാൻ മേട്ടിപ്പോയി. ആകെ 3-4 വരികളൊക്കെ കാണും അദ്ദേഹത്തിൻ്റെ കവിതകൾ. പക്ഷേ അദ്ദേഹം മികച്ച രീതിയിൽ ആ കവിതകളുടെ ഈവൻ 3-4 വരികളുണ്ടെങ്കിൽ ആ കവിതകൾ നല്ല തറച്ചു കയറുന്ന ടൈപ്പ് കവിതകളാണ്. അങ്ങനത്തെ ഇതാണ്. അപ്പം പുഴ ദാഹിക്കുന്നു മരിക്കുന്നു എനിക്ക് തോന്നുന്നത് കവിതകളേക്കാൾ ഉപരി കവിതകളും ലേഖനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കവിതകളും ലേഖനങ്ങളും എല്ലാം ഉള്ളതാണ് ഈ ബുക്ക്. അപ്പോൾ ഇതിൻ്റെ ബ്ലർബ് വായിക്കാം. മരിക്കുന്നതിന് 8 മാസം മുമ്പാണ് ഡാർവിഷിൻ്റെ അവസാനത്തെ പുസ്തകമായ ഒരു പുഴ ദാഹിച്ചു മരിക്കുന്നു അറബി ഭാഷയിൽ ശലഭശായ എന്ന അർത്ഥത്തിൽ അത്തർ അൽ ഷറാഷ പ്രസിദ്ധീകരിക്കുന്നു. അതായത് ഒരു പുഴ ദാഹിച്ചു മരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ്. ഡയറി കുറിപ്പുകളും, അതാണ് കവിതകളല്ല, ഡയറി കുറിപ്പുകളും ഗദ്യ കവിതകളും കവിതാഖണ്ഡങ്ങളും ശകലങ്ങളും ഉജ്ജ്വലമായ നിരീക്ഷണങ്ങളും ആത്മധ്യാനങ്ങളും പൂർണ്ണരൂപത്തിലുള്ള കവിതകളുമൊക്കെയുള്ള ഒരു വിചിത്ര സങ്കല്പനമാണ് ഈ സമാഹാരം. അതായത് കവിതയുമുണ്ട്, ഗദ്യകവിതയുണ്ട്, അതുപോലെ തന്നെ ഗദ്യവുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടുള്ള മിക്സറാണ് ഈ ബുക്ക്. ഞാൻ ശരിക്കും കവിതകളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷനാണ് ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടത്. വളരെ നല്ല ഇൻഡെപ്ത് കവിതകളാണ് പുള്ളിയുടെ. നമുക്ക് ഭയങ്കരമായിട്ട് കേൾക്കുമ്പോൾ തന്നെ വാവ് തോന്നുന്ന രീതിയിലുള്ള കവിതകളാണ് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ. കവിതയും ഗദ്യവും തമ്മിലും രൂപഭദ്രതയും ഛന്ദോമുക്തതയും തമ്മിലുമുള്ള അതിർവരമ്പുകൾ കവി മനഃപൂർവ്വം തന്നെ അവ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ എല്ലാ ഗദ്യവും കൈത്തഴക്കമില്ലാത്തവർ എഴുതിയ പ്രാകൃത കവിതയാണ്. ഇവിടെ എല്ലാ കവിതയും വഴിപോക്കർക്ക് സുപ്രാപ്യമായ ഗദ്യമാണ്. ഒരേ സമയം തൻ്റെ കലാതീതത്വവും തൻ്റെ അനശ്വരതയും അറിയുന്ന ഒരു കവിയുടെ അന്ത്യകാല രചനകളാണിവ. അയാൾ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ വരാവുന്ന മരണത്തിനേക്കാൾ ഉപരി കാലത്തിനും ഹൃദയത്തിനും പരിമിതികളുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലാണ്. അതിനാൽ തന്നെ തൻ്റെ രചനകളുടെ പൊതു സ്വഭാവമായ പ്രമേയങ്ങളാണ് ഇവിടെയും ആവർത്തിക്കുന്നതെങ്കിലും അതിലൊരു വിഷാദത്തിൻ്റെ നിഴൽ വീണു കിടപ്പുണ്ട്. ആ വിഷാദമാകട്ടെ പ്രായത്തിനൊപ്പം പ്രവാസം രേഖപ്പെടുത്തിയ ഒരു ദീർഘജീവിതത്തിനും തൻ്റെ ജന്മദേശത്തിനും മേലുള്ള അധിനിവേശത്തിനുമൊക്കെ അധിനിവേശത്തിനുമൊപ്പം വന്നു ചേരുന്നതുമാണ്. അപ്പോൾ മുഹമ്മദ് ദാർവിഷിൻ്റെ പുഴ ദാഹിച്ചു മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതിയാണ്. കൂടാതെ മുഹമ്മദ് ദാർവിഷിൻ്റെ മറ്റ് പുസ്തകങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് മറ്റൊരു പബ്ലിഷറുടെയാണ്, ഐറിസ് ബുക്സിൻ്റെ തന്നെ സ്റ്റോൾ ചെയ്യുന്നതാണ്. സൈൻ ബുക്സ് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. പ്രിയപ്പെട്ട
ഫയദോർ എന്നാണ് ബുക്കിൻ്റെ പേര്. ദസ്തോവ്സ്കി, ഫെഡോർ ദസ്തോവ്സ്കിയുടെ എന്താ പറയുക ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ നോവലാണ്. അപ്പോൾ ഞാൻ ഓർത്തൊരു എഴുത്തുകാരനെ പറ്റിയുള്ള നോവലല്ലേ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ദസ്തോവ്സ്കിയുടെ പുസ്തകങ്ങൾ ഇതുവരെ ഞാൻ വായിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പം നോവലുകളൊന്നും വായിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് വായിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൈമർ എന്ന രീതിയിൽ ഈ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചു. വിശ്വസാഹിത്യകാരനായ ദസ്തോവ്സ്കിയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന നോവൽ. പ്രിയപ്പെട്ട ഫയദോർ എന്നാണ് ബുക്കിൻ്റെ പേര്. എഴുതിയിട്ടുള്ളത് പി സുനിൽകുമാർ. ദർബ് വായിക്കാം. നാടകീയമായ നോവൽ പരിസരങ്ങളിലൂടെ സീമാതീതമായ അതിശയങ്ങളുടെ ലോകം കാട്ടിത്തന്ന വിശ്വസാഹിത്യകാരൻ ദസ്തോവ്സ്കിയുടെ ജീവിതകഥ നോവൽ രൂപത്തിൽ. മനുഷ്യ മനസ്സെന്ന കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തുവാനുള്ള നിരന്തരമായ അന്വേഷണമായിരുന്നു ദസ്തോവ്സ്കിയുടെ സാഹിത്യ ജീവിതം. സാഹോദര്യം, മാനവികത, സ്വയം നവീകരണം എന്നീ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച മനുഷ്യ മനസ്സിനെ അഗാധമായി വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ പീഡകൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ, എഴുത്തിൻ്റെ, ദർശനത്തിൻ്റെ, മൗലികതയുടെ അന്തർധാരകൾ അനാവരണം ചെയ്യുന്ന കൃതി. അപ്പം നോവൽ ബേസ്ഡ് ഓൺ ദസ്തോവ്സ്കീസ് ലൈഫ്. സോ ലെറ്റ്സ് റീഡ്. ഇതങ്ങനെ ഐറിസ് ബുക്സ് കഴിഞ്ഞു. ഐറിസ് ബുക്സിൻ്റെ സ്റ്റോളിൽ നിന്ന് അടുത്ത നമ്മുടെ മാതൃഭൂമിയാണ്. DC ബുക്സ് മാത്രമേ ഉള്ളൂ. ആകെ 4 സ്റ്റോളേ ഉള്ളായിരുന്നു. ഇപ്പോൾ നാലും കഴിഞ്ഞു. ഇതിപ്പം മാതൃഭൂമിയാണ് ലാസ്റ്റ്. അപ്പം DC ബുക്സുകാരുടെ സ്റ്റോളും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയില്ല DC ബുക്സിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം മാതൃഭൂമിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പുസ്തകമാണ്. മാതൃഭൂമിയിൽ നിന്ന് ഞാൻ ഏതാണ് ആദ്യം വാങ്ങിച്ചത്? അത് വെച്ച് എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നടന്ന് വായിച്ച ബുക്കാണിത്. വാങ്ങിക്കണമെന്ന് നേരത്തെ വിചാരിച്ച് വെച്ചിരുന്നൊരു ബുക്കാണ് അക്ഷരം പ്രതി KC നാരായണനും. പിന്നെ മറ്റൊരു പുസ്തകം രാമോഹൻ പാലിയത്തിൻ്റെ സസ്യബുക്ക് മാംസ്യബുക്ക് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട്, ഫേസ്ബുക്ക് സസ്യബുക്ക് മാംസബുക്ക് ഫേസ്ബുക്ക് വെബിനിവേഷൻ 2.0. അപ്പോൾ ഇത് ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പങ്ക്തികളായിട്ട് വരുന്ന 2 കോളംസ് ആണ്. അപ്പോൾ അത് രണ്ടും, ഒന്ന് KC നാരായണൻ്റെ അക്ഷരം പ്രതിയും രാമോഹൻ പാലിയത്തിൻ്റെ വെബിനിവേഷം. അപ്പോൾ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിരന്തരമായിട്ട് വായിക്കുന്ന 2 കോളംസ് ആണ്. അപ്പോൾ ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കോളംസിൻ്റെ കളക്ഷനാണ്. ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വല്ലപ്പോഴും വായിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ തന്നെ, എനിക്ക് ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ തന്നെ ഈ രണ്ടും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അക്ഷരം പ്രതി എന്ന് പറയുന്നത് ബേസിക്കലി നല്ല മലയാളം എങ്ങനെ എഴുതാം എന്നുള്ള ഒരു പങ്ക്തിയാണ്. മലയാളം എങ്ങനെ, കറക്റ്റ് മലയാളം എന്താണ്, ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും പിന്നെ ചില പ്രയോഗങ്ങളുടെ അർത്ഥം എന്താണ്, അങ്ങനെ നല്ല മലയാളം എന്ന ആശയത്തിലാണ് അക്ഷരം പ്രതി എന്ന് പറയുന്ന പങ്ക്തി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കളക്ഷനാണ് അക്ഷരം പ്രതി KC നാരായണൻ. വാക്കുകളുടെ പ്രയോഗ സാധുത, അക്ഷരവിന്യാസം, പദഘടന, അർത്ഥവ്യത്യാസവും തിരിച്ചറിഞ്ഞുള്ള പ്രയോഗം, ആശയക്കുഴപ്പം വരാത്ത വിധത്തിലുള്ള വാക്യരചന എന്നിങ്ങനെ നിത്യജീവിതത്തിൽ മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലളിതമായും വ്യക്തമായും ഈ പുസ്തകത്തിൽ വിശദമാക്കുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭാഷാ സാഹിത്യ പ്രേമികൾക്ക് പ്രയോജനകരമായ കൃതി. പ്രശസ്ത നിരൂപനും മാധ്യമ പ്രവർത്തകനുമായ KC നാരായണൻ്റെ ജനപ്രീതി നേടിയ പങ്ക്തിയുടെ പുസ്തകരൂപം. അപ്പോൾ അതാണ് അക്ഷരം പ്രതി KC നാരായണൻ. അടുത്തത് വെബിനിവേഷമാണ്. വെബിനിവേഷം എന്ന് പറയുന്നതും ഒരു എല്ലാ ആഴ്ചയും തൊട്ട ആഴ്ച, അതായത് ആഴ്ചപ്പതിപ്പിലും എല്ലാ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിലും മുമ്പത്തെ ആഴ്ചയിൽ ഈ നെറ്റിൽ, അതായത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും അങ്ങനത്തുള്ള സംഭവങ്ങളിൽ വൈറലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അനാലിസിസുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ആ സീരീസിൽ 2ാമത്തെ ബുക്കാണ്. അതായത് പങ്ക്തികളുടെ കളക്ഷനാണ്. അതിന് ആൾറെഡി ഒരു കണക്ഷൻ വെബിനിവേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ആൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അതായത് സെയിം ഓരോരോ പങ്ക്തികളുടെ കളക്ഷനാണ്. അപ്പോൾ ഈ ബുക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ബുക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതും എടുത്തേനെ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പങ്ക്തികളുടെ കളക്ഷനാണ്, അദ്ദേഹത്തിൻ്റെ കോളത്തിൻ്റെ കളക്ഷൻ. ഈ ബുക്കിൻ്റെ പേര് സസ്യബുക്ക് മാംസബുക്ക് ഫേസ്ബുക്ക് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. വെബിനിവേഷൻ 2.0 എന്ന് പറഞ്ഞാൽ, വെബിനിവേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ആൾറെഡി. അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ട്. കോളംസിൻ്റെ കളക്ഷൻ. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന വേദവാക്യം ഓർത്തതിനാലാണോ ആവോ ഫേസ്ബുക്കിൽ വാൾ എന്നല്ല ടൈം ലൈൻ എന്നാണ് അതിപ്പോൾ അറിയപ്പെടുന്നത്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന തനത് പരിഹാസമുണ്ടല്ലോ. ഒരു നാട്ടിൽ ഒരു രാജാവ്, ഒരു തട്ടകത്തിൽ ഒരു വെളിച്ചപ്പാട് എന്ന ലൈനിൽ നിന്നും വിട്ട് സ്വന്തമായി വാളുള്ളവർക്കെല്ലാം വെളിച്ചപ്പെടാൻ അവസരം നൽകിയതാണ് ഫേസ്ബുക്കിൻ്റെയും മറ്റ് സാമൂഹ്യ പ്ലാറ്റ്ഫോമുകളുടെയും വിജയം. ഫേസ്ബുക്കിൻ്റെ നീല സാരി അഴിച്ചാലും തീരില്ല മോനെ ദിനേശ, നീ പോയി കിടന്നുറങ്ങ്. അതായത് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിലെ മാനവ ജീവിതത്തിൻ്റെ ഊടും പാവുമായ വെബിൻ്റെ കഥകൾ ആദ്യമായി മലയാള വായനക്കാർക്ക് അവതരിപ്പിക്കുന്നു എന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ നവമാധ്യമ വിചാര പങ്ക്തിയായ വെബിനിവേഷം സമാഹരിച്ചതിൻ്റെ അവതാരികയിൽ
NS മാധവൻ പറഞ്ഞത് ഈ രണ്ടാം ഭാഗത്തിൻ്റെയും അതുല്യതയുടെ പരസ്യവാചകമായി തീരുന്നു. ഒട്ടും മുഷിയില്ലെന്നും മാത്രമല്ല വായന കളറാവുമെന്നും ഉറപ്പാണ്. അപ്പം എന്തുവായിരുന്നു എൻ്റെ നവമാധ്യമ വിചാര പങ്ക്തി അതിൻ്റെ കളക്ഷനാണിത്. വിനിവേശം രാംമോഹൻ പാലിയത്ത്. അടുത്തത് മറ്റൊരു പുസ്തകവും എനിക്ക് എഴുത്തുകാരനെ അറിയാം, അങ്ങനെ എടുത്തൊരു പുസ്തകമാണ് മാർച്ച് 21 കിഡ്നാപ്പ്, അമിത് കുമാർ. അപ്പോൾ അമിത് കുമാറിൻ്റെ ലോഗോസ് ബുക്സ് ഇറക്കുകയാണ്. AK എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്ക്. അത് AK എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിൻ്റെ പേരാണ്. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസാണ് അവർ അന്വേഷിക്കുന്നത്. ബാങ്കിനകത്ത് നടക്കുന്ന തിരിമറിയും കാര്യങ്ങളൊക്കെയാണ് AK എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വായിച്ചു, കുഴപ്പമില്ല, എബോ ആവറേജ് ബുക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അമിത് കുമാറിൻ്റെ DC ബുക്സിൻ്റെ ഒക്കെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ DC ബുക്സിന് ഓൺലൈനിൽ പുസ്തകം വാങ്ങിച്ച സമയത്ത് അവരുടെ സൈറ്റിലും അമിത് കുമാറിൻ്റെ ഒരു ബുക്ക് കിടക്കുന്നു. സെയിം AK ഡിറ്റക്റ്റീവ് AKയുടെ കഥ, മിസ്റ്ററി അറ്റ് മാമമംഗലം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, മിസ്റ്ററി അറ്റ് മാമമംഗലം. അതെന്ന് പറയുന്നത് അമിത് കുമാറിൻ്റെ AKയുടെ തന്നെ വേറെ ബുക്കാണ്. അപ്പം ഞാനിപ്പം പിന്നെ മാതൃഭൂമിയുടെ ഈ സ്റ്റോളിൽ കയറിയപ്പം വേറൊന്നും ഇരിക്കുന്നു, സെയിം AK, പക്ഷേ മാതൃഭൂമി മാതൃഭൂമി എന്താ പറയുന്നത് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പേര് മാർച്ച് 31 കിഡ്നാപ്പ് അമിത് കുമാർ. അതും സെയിം AK ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന AK ആണ്. പുള്ളി AK ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ലോഗോസ് ബുക്സിൽ ഒരെണ്ണം പ്രസിദ്ധീകരിച്ചു, DC ബുക്സിൽ ഒരെണ്ണം പ്രസിദ്ധീകരിച്ചു, ഇപ്പോൾ മാതൃഭൂമി ബുക്സിൽ ഒരെണ്ണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഓരോരോ പബ്ലിഷേഴ്സായിട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയത്തില്ല. പൊതുജനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നൂതനങ്ങളായ തട്ടിപ്പുകളാണ് ബാങ്കിംഗ് മേഖലയിൽ ദിനംപ്രതി കണ്ടുവരുന്നത്. ഇത്തരം വ്യത്യസ്തമായ തട്ടിപ്പുകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന ബാങ്കിലെ വിജിലൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ AKയുടെ അന്വേഷണ വഴികളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഷെർലക് ഹോംസ് വാട്സൺ ശൈലിയിൽ അത്യന്തം ഉത്തേജകജനകമായ വായനക്കാരെ പിടിച്ചിരുന്ന 4 നോവലുകൾ. ഈ ബുക്കിനകത്ത് 4 നോവലുകളുണ്ട്. ഇത് കൂടാതെ ലോഗോസ് ബുക്സുകാരും AKയുടെ ക്രൈം ഫിക്ഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അമിത് കുമാർ. അതുപോലെ തന്നെ DC ബുക്സുകാരും പ്രസിദ്ധീകരിച്ചു, ഇപ്പോൾ മാതൃഭൂമി ബുക്സുകാരും. അങ്ങനെ ഓരോരോ പബ്ലിഷേഴ്സിനെ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സെയിം ഡിറ്റക്റ്റീവ്, ഓരോരോ കുറ്റാന്വേഷണ കഥ, പക്ഷേ പബ്ലിഷ് ചെയ്യുന്ന വിവിധ പബ്ലിഷേഴ്സ്. പിന്നെ മറ്റൊരു പുസ്തകം ഞാൻ ആൾറെഡി ഇപ്പം വായിക്കാനുള്ള ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഷെൽവിയുടെ കവിതകളാണ്. അപ്പം ഇത് മാതൃഭൂമി അയച്ച പതിപ്പിൽ ഇപ്പോൾ ബെന്യാമിൻ ഒരു പുതിയ നോവലുണ്ട്, മൾബറി എന്ന് പറഞ്ഞിട്ട്. അത് ഷെൽവി എന്ന് പറയുന്ന ഈ മഹാൻ എന്താ പറയുക തുടങ്ങിയ ഒരു സ്ഥാപനമാണ് മൾബറി ബുക്സ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പബ്ലിക്കേഷൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് മൾബറി. അപ്പോൾ ഇദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയിൽ ഇദ്ദേഹത്തിൻ്റെ കഥ, അതായത് ഈ ഷെൽവി എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയും അത് എങ്ങനെയാണ് മൾബറി ബുക്സ് തുടങ്ങിയത്, അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അദ്ദേഹത്തിൻ്റെ മരണം, അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ഫിക്ഷണലൈസ്ഡ് നോവലാണ് മൾബറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് വല്ലപ്പോഴൊക്കെ മാതൃഭൂമി അയച്ചപ്പോൾ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ അത് വായിച്ചിട്ടില്ല. പക്ഷേ മൾബറി ഇറങ്ങുമ്പോൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം അതൊരു പബ്ലിഷറെ പറ്റി ആയതുകൊണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഷെൽവി എന്ന പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫ് എഴുതിയൊരു പുസ്തകം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായി, കഴിഞ്ഞ ബുക്ക് ഹോളിൽ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഷെൽവിയുടെ കവിതകൾ, ഇത് ഷെൽവി എന്ന് പറയുന്ന അത് ആ വ്യക്തി എഴുതിയ കവിതകളാണ്. അപ്പോൾ അതിൻ്റെ ബുക്കാണ്. അപ്പോൾ അത് ഞാൻ മാതൃഭൂമി ബുക്സിൽ ഇരുന്നുകൊണ്ട് എടുത്തതാണ്. സച്ചിദാനന്ദനാണ് ബ്ലർബ് ചെയ്തിട്ടുള്ളത്. ഭോഗി എന്നൊരു കവിതയിൽ ഷെൽവി പറയുന്നുണ്ട്, പുലർകാലത്ത് പൊടിമഞ്ഞായി തരുക്കളിൽ തങ്ങി നിൽക്കുന്ന പാപിയായ താരകം പോലെ ചിറകു കൊഴിഞ്ഞു വീഴുന്ന പ്രണയത്തെക്കുറിച്ച്, പച്ചയായ ഏകാന്തതയുടെ പുരാതന ഗന്ധത്തെക്കുറിച്ച്, തൻ്റെ നിഴൽ ചൂഴ്ന്ന തമസിൻ്റെ അഗാധമായ താഴ്വരയെക്കുറിച്ച്, നിണാങ്കിതം നിശാവസ്ത്രം നീലയാം നിശബ്ദത, വെയിലിലോടുന്ന മൗനവാഹനം, റെയിലിലോടുന്ന മൗനവാഹനം, രാത്രി, ആ മൗനവാഹനം ഇന്ന് അത് എഴുതിയവനെയും വഹിച്ചിരിക്കുന്നു. സച്ചിദാനന്ദനാണ് ബ്ലർബ് ചെയ്തിട്ടുള്ളത്. ഷെൽവിയുടെ സമ്പൂർണ്ണ കവിതകളുടെ സമാഹാരം. മൊത്തം ഇത്രയും കവിതകളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, ഷെൽവിയുടെ കവിതകൾ. അടുത്തത് 2 എണ്ണം അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്, ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറയുന്നത് ക്രൈം ത്രില്ലറാണ്, പഴയ ഇതുപോലെ തന്നെ ക്ലാസിക് ക്രൈം ത്രില്ലറാണ്. പ്രേതബാധയുള്ള പുസ്തകശാല, ക്രിസ്റ്റഫർ മോർഫി എഴുതിയ ദ ഹോണ്ടഡ് ബുക്ക് ഷോപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വിവർത്തനം. പ്രേതബാധയുള്ള പുസ്തകശാല എന്നാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് CV സുധീന്ദ്രൻ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ ഞാൻ ഒരു ക്രൈം ഫിക്ഷൻ കളക്ഷൻ കാണിച്ചല്ലോ NBSൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന ക്ലാസിക് ആ ഒരു റേഞ്ചിൽ വരുന്ന പുസ്തകമാണ്, ക്ലാസിക് പുസ്തകമാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ബ്ലർബ് വായിക്കാം. പുസ്തക വ്യാപാരി എന്ന്
പുസ്തക വ്യാപാരി എന്നതിലുപരി ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കുന്ന സംസ്കാരത്തെക്കുറിച്ച് ബോധ്യമുള്ള റോജർ മിഫ്ലിൻ തൻ്റെ പുസ്തകശാലയുടെ വ്യത്യസ്തതയെ വിശേഷിപ്പിക്കുന്നത് പ്രേതബാധയുള്ള പുസ്തകശാല എന്നാണ്. ഏറെ വൈകാതെ അസാധാരണമായ സംഭവവികാസങ്ങൾക്ക് വേദിയാവുകയാണ് അവിടം. തോമസ് കാർലൈലിൻ്റെ നോവലിൻ്റെ പ്രതി ആ കടയിൽ നിന്ന് കാണാതാവുകയും ഇടയ്ക്കിടെ അപ്രത്യക്ഷമാവുകയും ചെയ്യുകയെന്ന അഭൂതപൂർവമായ സംഭവം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണം വെളിച്ചം വീശുന്നത് ഞെട്ടിക്കുന്ന സംഭവഗതികളിലേക്കാണ്. ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം സമാധാന ഉടമ്പടി ഒപ്പിടാനായി ഫ്രാൻസിലേക്ക് പോകുന്ന പുസ്തകപ്രിയനായ അമേരിക്കൻ പ്രസിഡന്റ് വിൽസനെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്നിൻ്റെ കവറിനുള്ളിൽ ബോംബ് ഒളിപ്പിച്ച് വെച്ച് കപ്പൽ ക്യാബിനിൽ വെച്ച് വധിക്കാനുള്ള ആ പദ്ധതിയാണ് കഥയുടെ കേന്ദ്രബിന്ദു. ഒപ്പം ഹൃദയഹാരിയായ ഒരു പ്രണയത്തിൻ്റെ തുടിപ്പുമുണ്ട്. ഒരു പുസ്തകശാല ഉടമസ്ഥൻ്റെ പുസ്തകങ്ങളോടുള്ള അളവറ്റ അഭിനിവേശത്തിൻ്റെ ജീവസുറ്റ ചിത്രവും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുന്നത് ടോട്ടൽ പാക്കേജാണ് ഈ ബുക്ക്. പുസ്തകപ്രേമികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്രൈം ഫിക്ഷനായിരിക്കും. ക്രൈം ഫിക്ഷനാണ്, അപ്പോൾ അതുകൊണ്ടാണ് എടുത്തതാണ്. ക്രിസ്റ്റഫർ മോർലി, പ്രേതബാധയുള്ള പുസ്തകശാല, ദ ഹോണ്ടഡ് ബുക്ക് ഷോപ്പ്. ലാസ്റ്റ് ബുക്കാണ് നമ്മുടെ ബുക്കുകളിൽ ലാസ്റ്റ് ബുക്ക്. ഇതും ഞാൻ കണ്ടപ്പോൾ എടുത്തിയാണ് ഇൻട്രസ്റ്റ് തോന്നി. ഷെർലക് ഹോംസ് കേരളത്തിൽ. അപ്പോൾ ഷെർലക് ഹോംസ് കഥാപാത്രമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഷെർലക് ഹോംസിനെ പരാമർശിക്കുന്ന കഥകളുടെ സമാഹാരമാണ്. അപ്പോൾ എഴുതിയിട്ടുള്ളത് ഗ്രേസി, റഹീം കടവത്ത്, VH നിഷാദ്, അനൂപ് ശശികുമാർ, വത്സരൻ വാതുശ്ശേരി, വേണു ബാലകൃഷ്ണൻ, അമ്പാടി നാരായണ പൊതുവാൾ. ഇങ്ങനെ 1 2 3 4 5 6 7 പേരുടെ കഥകളാണ്. ഇതിനകത്തെല്ലാം ഷെർലക് ഹോംസ് മിക്കവാറും ഒരു കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു രൂപമായിട്ടോ ആയിരിക്കും വരുന്നത്. കാരണം ഇതെല്ലാം എന്താ പറയുക കുറച്ചും കൂടെ ലിറ്റററി ഇതിൽ വരുന്ന കുറ്റാന്വേഷണ കഥകളായിരിക്കണമെന്നില്ലെന്ന് പറയുകയാണ്. കുറ്റാന്വേഷണ കഥകളായിരിക്കത്തില്ല, പകരം ലിറ്റററി കഥകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു രൂപകമായിട്ടോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ടോ ആയിരിക്കും ഷെർലക് ഹോംസ് ഈ കഥകളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബ്ലർബ് വായിക്കാം. അമേരിക്കക്കാരനായ എഡ്ഗർ അലൻ പോ സൃഷ്ടിച്ച അപസർപ്പകൻ്റെയും തൃഷ്ണയുടെയും ഉത്കണ്ഠയുടെയും ആഖ്യാനമാക്കി വികസിപ്പിച്ച് പരിപൂർണതയിലെത്തിക്കുകയാണ് കോനൻ ഡോയിലും ഷെർലക് ഹോംസും ചെയ്തത്. വിക്ടോറിയ അപസർപ്പക സാഹിത്യ ജനുസിൻ്റെ മൂർത്തീഭാവമായി തീർന്ന ഷെർലക് ഹോംസിൻ്റെ കഥകൾക്ക് അന്ന് തൊട്ട് ഇന്നോളവും പ്രിയത്വവും നഷ്ടപ്പെട്ടിട്ടില്ല. പരിഭാഷ, പുനരാഖ്യാനം, അനുകരണം, ചിത്രണം, ദൃശ്യവൽക്കരണം, പുനഃസൃഷ്ടി തുടങ്ങിയ രൂപങ്ങളിലൂടെ ഹോംസ് നിരന്തരം നിലനിൽക്കുന്നു. PK രാജശേഖരനാണ് ബ്ലർബ് ചെയ്തിട്ടുള്ളത്. അതിൽ അടിയിൽ എഴുതിയിരിക്കുന്നു, ഷെർലക് ഹോംസ് കഥാപാത്രമായി വരുന്ന 8 മലയാള കഥകളുടെ സമാഹാരം. 8 ഉണ്ട് കേട്ടോ, സോറി, ഞാൻ 7 പേരാണ് എഴുതിയിട്ടുള്ളത്. ഇതൊന്നും ചിലപ്പോൾ ഒരാളുടെ 2 കഥ ആയിരിക്കും. നോക്കട്ടെ, ഗ്രേസിയുടെ 2 കഥയുണ്ട് കേട്ടോ. ഗ്രേസിയുടെ 2 കഥ, ബാക്കി എല്ലാവരും ഓരോ കഥ വെച്ച്. അപ്പോൾ മൊത്തം 8 കഥകളുടെ സമാഹാരമാണ്. എഡിറ്റ് ചെയ്തിട്ടുള്ളത് നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷെർലക് ഹോംസ് കേരളത്തിൽ, മറ്റേ ഓരോരോ ഇതിലൊക്കെ ഉണ്ടല്ലോ ഷെർലക് ഹോംസ് കേരളത്തിൽ, അതിൻ്റെ ഒരു എന്താ പറയുക ടൈറ്റിലിനൊരു ഗ്രാബിങ് ഇതുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി ഇത് ലിറ്റററി കഥകളാണ്. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ വാങ്ങിയത്. ഇത്രയും ലൂസ് ബുക്സ്, പിന്നെ നമ്മുടെ ക്രൈം ഫിക്ഷൻ കളക്ഷൻ, കൽപ്പറ്റ സൈൻഡ് കോപ്പിയാണ്. അപ്പോൾ ഇത്രയും പുസ്തകമാണ് നമ്മൾ വാങ്ങിയത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.